അടിപൊളി പടമായിരുന്നു, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്ക ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഈ ഒരു തുടക്കം ആവട്ടെ എന്ന് വിചാരിക്കുന്നു മമ്മൂക്കയുടെ. എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നതുകൊണ്ടൊരു മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം ഹൊററൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. തീമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള അപ്പിയറൻസ് ചെയ്തിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ. കുറച്ച് പേര് മാത്രമേ പിന്നെ അതിൽ അഭിനേതാക്കളുള്ളൂ. അതുകൊണ്ടെല്ലാം തന്നെ വളരെ വ്യത്യസ്തം. ശരിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല കേട്ടോ. വളരെ ഭംഗിയായിട്ട് തീർച്ചയായിട്ടും തൃപ്തിയോട് തന്നെ ഇറങ്ങാം. സിനിമയിലെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫിയാണ്. അതും ഷെഹനാദിൻ്റെയാണ്. ഷെഹനാദ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂക്കയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കേണ്ട പടമാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. അത്രയും കിടിലൻ പടവും. കൊള്ളാം, കണ്ടുപോകാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മമ്മൂട്ടി പ്രത്യേകിച്ച് കൊള്ളാം, നല്ലതാണ്. സൗണ്ട് അടിപൊളി, സൗണ്ട് ക്ലാരിറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും വിഷ്വലും അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് മമ്മൂട്ടിയും അർജുൻ അശോകനായാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി പടം, പുതിയ ശ്രമിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഇങ്ങനെ പടങ്ങൾ വരണം. നല്ല പടമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ അമ്പരപ്പിച്ച ആളാണ് പടം. ഷിവിനെ സമ്മതിച്ചു കൊടുത്താലേ പറ്റൂ. എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പടത്തിന് എത്ര യൂസ്ഫുൾ ആണെന്നുള്ളത്. ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. ഒരു ബ്രില്യൻ വിഷൻ ഉണ്ട് പുള്ളിക്ക്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, DOP, എഡിറ്റിങ്ങൊക്കെ നല്ല ക്രിസ്പാണ്. നമുക്ക് ഹൊറർ ത്രില്ലറാണ്. ഒരു രീതിയിലുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ മെയിൻ ഹൈലൈറ്റ് മമ്മൂക്കര ഒരു നമുക്ക് പാലേരിക്ക് മാണിക്യത്തിന് ശേഷം ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യണത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ശക്തം. അരിഞ്ഞാട്ടമാണ്. സ്റ്റേറ്റ് അവാർഡിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്.